സഹോദരി സഹോദര സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അതൃപ്തി എന്ന കള്ളനെ വരാൻ അനുവദിക്കരുത്. 2, അസൂയ എന്ന കള്ളനെ വരുവാൻ അനുവദിക്കരുത്. 3, അത്യാഗ്രഹം. അത്യാഗ്രഹത്തിൻ്റെ മറ്റൊരു പദമാണ് ദുരാഗ്രഹം. ദുരാഗ്രഹം ദുഃഖത്തിൻ്റെ കാരണം. അതിൻ്റെ അർത്ഥം എന്താണ്? ആഗ്രഹിക്കുന്നത് തെറ്റല്ല, കഷ്ടപ്പെട്ടു, ആ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുക. എക്സാം നന്നായി എഴുതി നല്ല മാർക്ക് പ്രതീക്ഷിക്കുക. ഇൻ്റർവ്യൂ നല്ലവണ്ണം ചെയ്തു നല്ല ജോലി ആഗ്രഹിക്കുക. അധ്വാനിച്ചതുകൊണ്ട് നല്ലൊരു ബൈക്ക് ആഗ്രഹിക്കുക. അധ്വാനിച്ച് ജോലി ചെയ്തുകൊണ്ട് നല്ലൊരു വീട് ആഗ്രഹിക്കുക. തെറ്റല്ല. എന്നാൽ അത്യാഗ്രഹം എന്താണെന്ന് വെച്ചാൽ നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാതെ മറ്റുള്ള വ്യക്തിയുടെ സമ്പത്ത് ആഗ്രഹിക്കുന്നു. അത് ദുരാഗ്രഹമാണ്, അത്യാഗ്രഹമാണ്. നിന്റെ സ്വന്തമല്ലാത്തത് മറ്റുള്ളവരുടെ അധ്വാന ഫലത്തെ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, അവൻ്റെ കാർ എനിക്ക് കിട്ടിയാൽ എത്ര നല്ലതാണ്, അവൻ്റെ വീട് എനിക്ക് കിട്ടിയാൽ എത്ര നല്ലതാണ്, അവൻ്റെ വസ്തു എനിക്ക് കിട്ടിയാൽ എത്ര നല്ലതാണ്, അവൻ്റെ സ്വത്ത് കിട്ടിയാൽ, ഇതാണ് അത്യാഗ്രഹം. ബൈബിളിൽ അത്യാഗ്രഹമുണ്ടായിരുന്ന ചില വ്യക്തികളെക്കുറിച്ച് പറയുന്നു. അവർക്ക് നഷ്ടങ്ങളുണ്ടായി. ബൈബിളിൽ പറയുന്നു, നിന്റെ കൂട്ടുകാരൻ്റേതൊന്നും തന്നെ ആഗ്രഹിക്കരുത്. പ്രിയ സഹോദര സഹോദരി, നീ അന്യൻ്റേതൊന്നും തന്നെ ആഗ്രഹിക്കരുത്. നീ കഷ്ടപ്പെട്ട് സമ്പാദിക്കുക അല്ലാതെ മറ്റുള്ള വ്യക്തികളുടേത് തട്ടിയെടുക്കുവാനായിട്ട് നീ ആഗ്രഹിക്കുക എന്നത് നല്ലതല്ല. കൂട്ടുകാരന് സൗന്ദര്യമുള്ള ഒരു ഭാര്യയുണ്ട്. അങ്ങനെ ഒരു ദിവസം ദാവീദ് നോക്കുമ്പോൾ അവൾ കുളിക്കുന്നവളായി കാണപ്പെടാനിടയായി. അയൽക്കാരൻ്റെ ഭാര്യയാണല്ലോ. അവൾ സൗന്ദര്യമുള്ളവളാകൊണ്ട് അന്യൻ്റെ അല്ലെങ്കിൽ അയൽപക്കക്കാരൻ്റെ ഭാര്യയെ ഞാൻ നോക്കുന്നത് ആഗ്രഹിക്കുന്നത് ദുരാഗ്രഹമല്ലേ? അങ്ങനെ വിചാരിച്ചുവെങ്കിൽ നന്നായിരുന്നു. ആ ദിവസം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച ദാവീദ് അത്യാഗ്രഹം കാണിച്ച് അയൽക്കാരൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് പാപം ചെയ്യാനിടയായി. ഫലമായി 4 മക്കളെയും നഷ്ടപ്പെടുത്തുവാനിടയായി. ജീവിതത്തിൻ്റെ അവസാനം വരെയും അന്ന് ചെയ്തതായ ആ പാപം കാരണം, ആ അത്യാഗ്രഹം കാരണം, ആ ദുരാഗ്രഹം കാരണം ജീവിതകാലം മുഴുവൻ നഷ്ടമുണ്ടായി. ഗേഹസി എലീശയുടെ അരികിൽ ദൈവവേല ചെയ്യുന്നവനായിരുന്നു. എന്നാൽ ദൈവവേലയുടെ മറവിൽ അത്യാഗ്രഹമുണ്ടായി. വസ്ത്രങ്ങൾ മോഹിച്ചു, വെള്ളി മോഹിച്ചു, കുഷ്ഠരോഗം വരുത്തിവെക്കുവാനിടയായി. ദൈവം മോശയെ തിരഞ്ഞെടുത്തു, മോശയെ വിളിച്ചു, നേതാവാക്കി മാറ്റി. അതേ സമയത്ത് അഹരോനെ അതുപോലെ മിര്യാമിനെയും തിരഞ്ഞെടുത്ത് മോശയെ സഹായിക്കാനായി ഒരു പോസ്റ്റ് കൊടുത്തു. എന്നാൽ ഇവർക്ക് അത്യാഗ്രഹമുണ്ടായി. എന്നിട്ട് പറയുകയാണ്, എന്താണ് ദൈവം മോശയെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ, വേറെ ആരെയും വിളിച്ചിട്ടില്ലേ? ഞങ്ങളുടെ മേലും തിരഞ്ഞെടുപ്പില്ലേ? ഞങ്ങളെ വിളിച്ചിട്ടില്ലേ? ഞങ്ങളും സമ ആൾക്കാരല്ലേ? ആ പൊസിഷനിൽ, ആ അധികാരത്തിൽ ഞങ്ങൾക്കും അവകാശമില്ലയോ? അനാവശ്യമായ അത്യാഗ്രഹം കൊണ്ടുവന്നിട്ട് മിര്യാം കുഷ്ഠരോഗിയായി മാറാനിടയായി. സ്വന്തം സിസ്റ്ററാണ്, അത്യാഗ്രഹിയായിപ്പോയി. എൻ്റെ സഹോദരനെ ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുകയാണല്ലോ, സന്തോഷത്തോടെ സഹകരിച്ചാൽ നല്ലതാണ് എന്ന് മിര്യാം വിചാരിക്കേണ്ടിയിരുന്നു. എന്നാൽ അത്യാഗ്രഹത്തിനിടം കൊടുത്തു. സഹോദരി സഹോദര, അത്യാഗ്രഹം നമുക്ക് ഒരിക്കലും നല്ലതായിട്ട് തീരില്ല. അത് ഉറപ്പായും കഷ്ടവും നഷ്ടവും വരുത്തിവെക്കാനിടയാകും. അവൻ സന്തോഷത്തോടെ ജീവിച്ചവനാണ്. എന്നാൽ അയൽക്കാരൻ ഒരു ദിവസം ഒരു കാറ് വാങ്ങി. അപ്പോൾ മുതൽ ആലോചിക്കുകയാണ്, നമുക്കും ഒരു കാറ് വാങ്ങണം. എന്തുകൊണ്ടാണ് ഈ ആലോചന വന്നത്? അയൽക്കാരനെ കണ്ടുകൊണ്ട്. ഈ സമയത്ത് യാത്ര ചെയ്തു പോകുന്നതായ സമയത്ത് എവിടെ വെച്ചോ ഒരു യാത്രക്കാരൻ്റെ ചുവന്ന സൂട്ട് കേസ് മറന്നു വെച്ചിട്ട് അയാൾ പോകാനിടയായി. ഹലോ ബ്രദർ, നിങ്ങളുടെ സൂട്ട് കേസ് മറന്നുപോയിരിക്കുന്നു എന്ന് വിളിച്ചു പറയേണ്ടതിന് പകരമായിട്ട് അയാൾ പോകുമ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ മിണ്ടാതെ കൈകെട്ടി അവിടെ നിന്നു. യാത്രക്കാരൻ ഇറങ്ങിപ്പോയതിനു ശേഷം ഇവൻ മിണ്ടാതെ ആ സൂട്ട് കേസിന് മേൽ കൈവച്ച് ഇരിക്കുകയാണ്. എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ആ സൂട്ട് കേസ് വളരെ ജാഗ്രതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് വളരെ സൂക്ഷ്മതയോടെ എടുത്തുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് പോലീസുകാർ അങ്ങോട്ട് കടന്നു വന്നു. വന്നിട്ട് ചോദിച്ചു, എടാ, ആ സൂട്ട് കേസ് ആരുടേതാണ്? എൻ്റേതാണിത്. സത്യം പറയടാ, എൻ്റേതാണ്, ഞാനിത് വാങ്ങിയതാണ്. പട്ടണത്തിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് വരികയാണ്. ഇത് എൻ്റേത് തന്നെയാണ്. സത്യം പറയടാ, ഇത് എൻ്റേതാണ് സാർ, ഇതെൻ്റേത് തന്നെയാണ്. അത് തുറക്കട എന്ന് പറഞ്ഞു. തുറന്നു. അതിൽ ശവമാണുള്ളത്. അതിലെന്താണുള്ളത്? ഒരു ശവമാണ്. എടാ, എന്താടാ നീ തലകുലിച്ച് നിൽക്കുന്നത്? അയ്യോ, അത് എൻ്റേതല്ല സാർ. നിൻ്റേത് തന്നെയാണെന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞല്ലോ. എന്ത് സംഭവിച്ചു? അത്യാഗ്രഹം. എന്തുപറ്റി? 2 കൈകൾക്കും ബന്ധനം കൊടുത്തു. അവർ പിടിച്ചുകൊണ്ടുപോയി. ഇതാവശ്യമായിരുന്നോ? ആരുടെയോ സൂട്ട് കേസ് നിനക്ക് ആവശ്യമാണോ? അങ്ങനെ ആശിക്കരുത്. അത്യാഗ്രഹത്തോടെ മറ്റുള്ളവരുടെ വസ്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കിയാൽ അത് നിനക്ക് ആപത്തായിട്ട് മാറും.
ഉറപ്പായിട്ടും നിന്നെ ഞെരുക്കാനിടയാകും. നിന്റെ ജീവിതത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ കൊണ്ടുവരാനിടയാകും. അത് അനുവദിക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, കേൾക്കപ്പെട്ടതായ ഈ വചനം എല്ലാവരുടെയും ഹൃദയത്തിൽ കേട്ട് അത് അനുസരിക്കാനുള്ള കൃപ കൊടുക്കണമേ. മനുഷ്യരിലും ലോകത്തിലും ആശ്രയിക്കുമ്പോൾ ലഭിക്കുന്നതായ സന്തോഷം അല്ലാതെ കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്നതായ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ. ഈ സന്തോഷത്തെ കവർന്നെടുക്കുവാനായിട്ട് പിശാച് ചില കള്ളന്മാരെ അയക്കുവാനിടയുണ്ട്. കർത്താവെ, അത്യാഗ്രഹമെന്ന കള്ളൻ, അസൂയ എന്ന കള്ളൻ, കോപം, എടുത്തുചാട്ടം എന്നീ കള്ളന്മാർ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിടയുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആ കള്ളന്മാരെ പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ പുറത്താക്കണമേ. ഇന്നു മുതൽ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം, ഞങ്ങളുടെ കുടുംബത്തിൽ ഹാപ്പിയായി ഞങ്ങൾ ജീവിക്കണം. അതിനുള്ള കൃപ എല്ലാവർക്കും തരണമേ. നീയാണ് ഞങ്ങളുടെ കാവൽ, നീയാണ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം. ഞങ്ങളെ കാക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.